ഹലോ ഗായ്സ്, അപ്പം ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ റെഡിയായി വണ്ടിയിൽ കയറി എല്ലാം എടുത്തൊക്കെ വെച്ചു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാ. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുന്ന് തെന്മല, തെങ്കാശി, രാമേശ്വരം. അപ്പോൾ ഫസ്റ്റ് ദിവസം നേരെ രാമേശ്വരം വരെ പോകാനാണ് പ്ലാന്. ഞങ്ങളപ്പം ട്രിപ്പ് പോകുന്നത് നമ്മുടെ സ്വിഫ്റ്റിലാണ് കേട്ടോ. ഇത് 2018 മോഡൽ സ്വിഫ്റ്റാണ്. നമ്മളിതിൽ പ്രത്യേകിച്ച് അഡീഷണൽ വർക്കുകളൊന്നും ഈ ട്രിപ്പിന് വേണ്ടി ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ മേടിക്കാൻ കിട്ടും ഇങ്ങനത്തെ ബാഗ്. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ബാഗിലായിട്ട് ഡ്രസ്സുകൾ അടുക്കി വെച്ചേക്കും. അതാകുമ്പോൾ നമുക്ക് ഹോട്ടലിൽ ചെല്ലുമ്പം എടുക്കാനും എല്ലാം എളുപ്പമാണ്. ഈ ഒരു ബാഗ് അഡീഷണൽ വെച്ചേക്കുന്ന നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമുക്ക് അതാത് ദിവസം വേണ്ടുന്ന ഡ്രസ്സുകൾ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പിന്നെ കുറച്ച് വെള്ളം, പിന്നെ ചെരുപ്പുകൾ അഡീഷണൽ ആയിട്ടുള്ളത്, അതൊക്കെ ആണ് ബാഗിൽ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ അകത്ത് കുറച്ച് സാധനങ്ങളും വെച്ചിട്ടുണ്ട്, ഇങ്ങനെ പോകുന്ന വഴിക്ക് കഴിക്കാനുള്ളത്. പിന്നെ വിൻ്റർ ക്ലോത്ത്സ് എല്ലാം നമ്മളിവിടെ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 120 വാട്ടിൻ്റെ ചാർജർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല അത്യാവശ്യം നല്ല ചാർജ് പെട്ടെന്ന് കയറുന്നുണ്ട്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് ഇതും. പിന്നെ നമ്മുടെ ഗോപ്രോ ബാറ്ററിയുടെ ഒരു ചാർജർ ഇതായിട്ടോ. ചാർജർ 3 ബാറ്ററി ഒരേ സമയം ചാർജ് ചെയ്യാം. പിന്നെ നമ്മൾ മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ആദ്യം തിരുമലൈക്കോവിൽ പോകാമെന്നും കണ്ട. തെങ്കാശിയിലാണ് തിരുമലൈക്കോവിൽ. അത്യാവശ്യം ഫേമസ് അമ്പലമാണ്. ഈയിടെ മോഹൻലാൽ തങ്കവേലൊക്കെ സമർപ്പിച്ച അമ്പലം. അപ്പം ആദ്യം അവിടെ പോയിട്ട് പിന്നെ രാമേശ്വരം പോകാമെന്നും കണ്ട. നമ്മളപ്പോൾ പത്തനാപുരം കഴിഞ്ഞ് ഇപ്പം റോഡൊക്കെ നല്ലതാക്കി. നേരത്തെ ഇത്രയൊന്നും നല്ലതൊന്നും അല്ലായിരുന്നു റോഡ്. ഇപ്പം ഭയങ്കര സൂപ്പറാണ്. പണ്ട് ചാടി പോകുന്ന റോഡായിരുന്നു. ഇപ്പം എല്ലാം റെഡിയാക്കി. സൂര്യനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടിക്കുന്നതാണ്. വീഡിയോ എടുക്കുമ്പം അത്ര ക്ലിയർ ആവുന്നില്ല, നല്ല ഡാർക്കുമാണ്. എല്ലാം പട്ടിയാണ്. അതുണ്ട് കാണാനായിട്ട് നിൽക്കാൻ തോന്നുന്നു. നേരം വെളുത്ത് വരുവാണെല്ലാം കാണാൻ നല്ല രസം. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു 2 മണിക്കൂറൂടെ കാണും തിരുമലൈക്കോവിൽ വരെ. ഇവിടുന്ന് നമ്മൾ തെന്മല വഴിയാണ് പോകുന്നത്. തെന്മല നമ്മുടെ വീട്ടിൽ നിന്ന് അടുത്ത 45 കിലോമീറ്ററേ ഉള്ള. പഴയ പാലം അപ്പുറത്തെ സൈഡിലായിരുന്നു കേട്ടോ. ഇത് പുതിയത് പണിതാ. ഇത് പണിതുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കര മെനക്കേടായിരുന്നു. എത്ര നേരം കിടക്കണമായിരുന്നു ഇവിടെ. ചായ കുടിച്ചാലോ? പക്ഷെ ഇത് കൊള്ളാവോ? എന്നാ പിന്നെ ഓരോ ചായയും കൂടെ കുടിച്ചിട്ട് വാ. എല്ലായിടത്തും രാവിലെ നല്ല മഞ്ഞുണ്ട് കേട്ടോ. നല്ല ചായ. കണ്ടോ ചേട്ടൻ കേക്കൊക്കെ അടുക്കി വെക്കുവാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് പറയുമായിരുന്നു കേക്ക് എടുത്തോ എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം ഞങ്ങളിപ്പം ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് കഴിക്കാനുള്ള വിശപ്പൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ വാങ്ങുന്നില്ല. കണ്ട ചേട്ടൻ നമ്മുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്.
നല്ല ചായയായിരുന്നു. ദോശയൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. തട്ട് ദോശ, മുട്ട ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് അവർ. അപ്പം നമ്മൾ അമ്പലത്തിൽ കയറേണ്ട കൊണ്ട് നമ്മളപ്പം മുട്ട ദോശയൊന്നും കഴിച്ചാൽ ശരിയാവില്ല. പിന്നെ മാത്രമല്ല ഇത്രയും രാവിലെ നമുക്ക് വിശക്കൊന്നുമില്ല. അതുകൊണ്ട് നമ്മളപ്പം അമ്പലത്തിൽ വിശക്കുവാണെങ്കിൽ അതിന് മുന്നേ കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് ഓർത്തു. അവിടെ ദൂരെ മഞ്ഞ് ഉണ്ട് നല്ലോണം കേട്ടോ. ഈ ക്യാമറ കാണാൻ പറ്റത്തില്ല, അല്ലാതെ നമുക്ക് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കാണാൻ പറ്റും. ചേട്ടൻ പറഞ്ഞതേ, ചേട്ടൻ ഇവിടെ കേക്ക് മേടിക്കുക. അപ്പം അത് തന്നെ. അപ്പം പുള്ളി പറഞ്ഞ ഇത് ഉണ്ടാക്കുന്നവൻ 6 രൂപയ്ക്ക് വണ്ടിക്കാരന് കൊടുക്കും, വണ്ടിക്കാരന് 7 രൂപയ്ക്ക് ചേട്ടന് കൊടുക്കും, ചേട്ടന് അത് 10 രൂപയ്ക്ക് വിൽക്കും, 3 രൂപ ചേട്ടനെ എടുക്കും. വണ്ടിയിൽ കൊണ്ടുവന്നതാണ് ഈ കേക്ക്. ഒരു കേക്കിന് 3 രൂപ എടുക്കും. കൂടുതൽ എടുക്കും എന്ന് പറഞ്ഞാൽ ഇത് ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെക്കുന്നതാ. അപ്പൊ 6 രൂപയ്ക്ക് അവര് കൊടുക്കും ഈ വണ്ടിക്കാരന്. 1 രൂപ എടുക്കത്തുള്ളൂ ലാഭം. 7 രൂപയ്ക്ക് പുള്ളിക്ക് കൊടുക്കും. ഞാനതാ പുള്ളിയോട് ഞാൻ ചോദിച്ചു, പുള്ളി അപ്പം ചേട്ടനാ ലാഭം കൂടുതൽ എടുക്കുന്നത്. അപ്പം പറഞ്ഞാ ഞാനാ എടുക്കുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എന്നാ, ഇത് പുന്നല്ലൂരായി കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് ആ തെന്മല. ഈ റൈറ്റ് സൈഡിലാണ് ഇത് പുന്നല്ലൂര് തൂക്കുപാല. അത് കാണാൻ പറ്റത്തില്ല, അങ്ങോട്ട് പോകണം, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് അങ്ങ് പോവാം തെന്മലയ്ക്ക്. ഇതിപ്പം തെന്മല റൂട്ട് കയറി നമ്മള്. പുനലൂരും പാലക്കാടും ആണ് ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. നല്ല മഞ്ഞ് കാണാൻ കേട്ടോ മലയുടെ അവിടെയൊക്കെ. പക്ഷെ വീഡിയോയിൽ അത് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളിവിടെ തെന്മല എത്തി. ഇത് കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റാണ്. ഇവിടെ നമുക്കിതിൻ്റെ മണ്ട എന്ന കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട്, ഒരു കൊച്ചു ചായക്കട പണ്ട് തൊട്ടുള്ള. അത് നമ്മളെ സ്ഥിരം ഇവിടുന്ന് ചായ കുടിക്കണം, ചായയും വെട്ടി കഴിക്കണം. ഇത് ഫുള്ള് ഇവിടെ ലോറി തിരക്കാണ്. ഇതാട്ടോ ഇതിൻ്റെയാണ്. ഇവിടെ മണ്ട കയറി നിന്നാലാണ് ആ വ്യൂ പോയിൻ്റ് ഉള്ളത്. ഇതൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയായി. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോഴൊക്കെ പെയിൻ്റ് ഒന്നും അടിച്ചിട്ട് വന്നില്ലായിരുന്നു, നല്ല വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു. ഇതിങ്ങനെ കറങ്ങി 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 കയറണം. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ കേട്ടോ, ഭയങ്കര രസമാണ്. അവിടെ കണ്ടോ ഫുള്ള് ഇങ്ങനെ മല 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 പോലെ കാണാം. ആ കാണുന്ന പാലമില്ലേ, ശരിക്കും നമുക്ക് അവിടെ പോകാം. എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്കൂടെ നടന്ന് അങ്ങോട്ട് പോകാം. ഈ നമ്മളിപ്പോൾ കയറിയതിൻ്റെ ഈ സൈഡിൽ കൂടെ കണ്ട, ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഇതുവഴി ഇങ്ങനെ നടന്ന് നമുക്ക് ആ പാലത്തിലേക്ക് പോകാൻ പറ്റും. പിന്നെ ശരിക്കും നിങ്ങൾ വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്. അതുവഴി വന്നാലും നമുക്ക് വണ്ടിയായിട്ട് ഈ താഴെ വരെ എത്താൻ പറ്റും. ഇത് കണ്ടോ, അവിടെയൊക്കെ വെള്ളം ഒഴുകുന്ന നല്ല വെള്ള കളറ്. ഇത് അതൊരു ബസ് സ്റ്റോപ്പാണ് കേട്ടോ അവിടെ. ഇത് കണ്ടോ, ഇതൊരു വലിയ ആല. പിന്നെ ഇവിടെ ഫുള്ള് ലോറികളാണ്. അതുകൊണ്ട് അവിടെ നിന്ന് ഒരു ലോറി വരുന്നു. ഇതുണ്ട് ഇവിടെ കണ്ട ബസ് സ്റ്റോപ്പ്.
അവിടെ ഒരു ബസ് വന്ന് അവർ ഇരുന്നവരൊക്കെ കയറിപ്പോയി. ഇതുവഴി പോയാലും നമുക്ക് ആ താഴത്തെ പാലത്തിൻ്റെ അവിടോട്ട് എത്താം. വണ്ടിയിൽ പോകാം അവിടം വരെ. ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഇതാണ് വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു അമ്പലം ഉണ്ട്. കണ്ടോ, നല്ല ഭംഗി. ഇങ്ങനെ ശ്രീ ബാല സുബ്രഹ്മണ്യ ക്ഷേത്രം. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകുന്ന ഒരു നല്ല ഭംഗിയുള്ള ഒരു അമ്പലം. ഇവിടെ രണ്ട് സൈഡ് ഫുള്ള് മരങ്ങളാട്ടോ, നല്ല രസമാണ്. റോഡ് പക്ഷേ കുറച്ച് മോശമൊന്നുമല്ല, ഇടയ്ക്കൊക്കെ വലിയ കുഴിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതാ റെയിൽവേ ട്രാക്ക്. ഇവിടെ എന്തോ തടിവണ്ടി, തടിവണ്ടി സാധനം താഴെ പോയി എല്ലാരും പെറുക്കി എടുത്തോണ്ടിരിക്കുക. ഇവിടെ റോഡ് നല്ലതാ, പക്ഷെ ഇടയ്ക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല ഓരോ കുഴിയുണ്ട്. പോകാൻ എളുപ്പം എറണാകുളം, കോയമ്പത്തൂർ അങ്ങനെ വേണമെങ്കിൽ പോകാം. ആ വഴി പോകാൻ ഭയങ്കര തിരക്കുവാ. പിന്നെ നമ്മൾ എല്ലാ തവണയും വരുമ്പം രാമേശ്വരം പോകുന്ന, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴി സെലക്ട് ചെയ്ത് ഇതുവഴി പോകാമെന്ന് വെച്ചേ. മറ്റേ ഡ്രൈവിങ് നല്ല ടയേർഡാകും നമ്മുടെ എറണാകുളം വഴി അങ്ങനെ പോകാനാണെങ്കിൽ. ഇവിടെയൊക്കെ നല്ല രസമാണ് രണ്ട് സൈഡും കാണാൻ. റെയിൽവേ ട്രാക്ക് മുകളിൽ കൂടെ പോകുന്നത്. ഇപ്പം നമ്മുടെ 13 കണ്ണറപ്പാലം ഇവിടെ അടുത്താട്ടോ. ഇപ്പം എത്തും നമ്മൾ അവിടോട്ട്. ഇതായിട്ടാ നമുക്ക് ഇതിൻ്റെ ഒരാർച്ചിൻ്റെ അകത്ത് നമുക്ക് വണ്ടി കയറ്റിയിടാം. എന്നിട്ട് നമുക്കിത് നിന്ന് കാണാൻ പറ്റും. ഉണ്ട്, സ്ഥലമുണ്ട്. നമ്മൾ നേരത്തെ ഇവിടെ ഇടുന്നത്. നോക്കണം ചില ആർച്ചിൽ. പക്ഷെ ഇതിപ്പം വഴി വലുതാക്കിയത് എന്താ? നമുക്ക് ഇവിടോട്ട് കയറ്റിയിടാം. ഇവിടെ വഴിക്ക് വീതി കുറവാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിടുകയാണെങ്കിൽ വേറെ വരുന്ന വണ്ടികൾക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല. നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് നിന്ന് കാണാം. ഇറങ്ങാം. പണ്ടേ നമുക്ക് ഈ പാലത്തിൻ്റെ മണ്ടയിലോട്ട് കയറിപ്പോയായിരുന്നു. ഈ വഴി ഇങ്ങനെ കയറിപ്പോയായിരുന്നു. പക്ഷേ ഇപ്പം ഇത് അടച്ചു. അവിടെ അടച്ചും വെച്ച് ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, അതിക്രമിച്ച് കയറുന്നത് ശിക്ഷാർഹമാണെന്ന്. ഇതാട്ടോ നമ്മുടെ 13 കണ്ണറപ്പാലം. ഇതിൻ്റെ റൈറ്റ് സൈഡിലൂടെ പോകുന്നത് നമ്മുടെ കല്ലട നദിയാണ് കേട്ടോ. ഇത് 1904 ബ്രിട്ടീഷുകാരാണ് ഇത് പണി കഴിപ്പിക്കുന്നത്. ഇത് കൊല്ലത്തുനിന്ന് മദ്രാസിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഉണ്ടാക്കിയ പാലം. ഇത് ശരിക്കും റെയിൽവേ പാലമാണ്. ഇതിൻ്റെ മണ്ടയിലൂടെ ട്രെയിൻ പോകും. ഞാൻ പറഞ്ഞില്ലേ, ആ വഴി പോയായിരുന്നു നമുക്ക് മണ്ടയിൽ നിന്ന് ട്രെയിൻ പോകുന്നതൊക്കെ കാണാമായിരുന്നു. ഇതിന് 13 തൂണുകളുണ്ട് കേട്ടോ, കരിങ്കല്ലും കൊണ്ടുണ്ടാക്കി. ആ 13 തൂണാണ് ഈ ഒരു റെയിൽവേ പാളത്തിനെ താങ്ങി നിർത്തുന്നത്. ഇത് NH 744 ആണെന്ന് തോന്നി ഈ റോഡ്. ഞങ്ങളെ പോകുന്ന വഴിക്ക് ഒരു മലയണ്ണാനെ കണ്ടോണ് ഇറങ്ങിയതാ. പക്ഷെ അത് ക്യാമറയിൽ കിട്ടത്തൊന്നുമില്ല. അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്, കുറേ നേരമായിട്ട് അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ നമുക്ക് ശരിക്കും അടുത്ത് കാണാൻ പറ്റി. നമ്മളപ്പം കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ തമിഴ്നാട്ടിൽ കയറി. ഇനി നമുക്ക് തെങ്കാശിയിലേക്ക് 21 കിലോമീറ്ററാണ് കാണിക്കണത്. നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങി. ഈ
ചുരത്തിൽ റോഡ് ഭയങ്കര മോശമായിരുന്നു. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. പണ്ട് ഭയങ്കര കുഴിയൊക്കെ ആയിരുന്നു. വണ്ടി സ്പീഡിലൊക്കെ രാത്രി വന്ന് അതിൻ്റെ അകത്ത് വീഴും. ഇവിടെ ഫുള്ള് ഭയങ്കര ലോറി തിരക്കാണ്. രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ലോറി തിരക്കാണ്. ഇതുവഴി വന്ന് നമ്മൾ പെട്ടു. അതുപോലെ ലോറികളാണ്. അത് ലോറി ഭയങ്കര സ്പീഡിലാണ് ലോറികൾ വരുന്നത്. അങ്ങനെ നേരെ നോക്കാമെങ്കിൽ ഇങ്ങനെ മലയും കോട പോലെ മേഘം പോകുന്നതും കാണാൻ പറ്റും. ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാൻ. കണ്ടോ ഇതിവിടെ കണ്ടോ എന്തോ കുഴിയാ. കഴിഞ്ഞ തവണ ഞങ്ങൾ ഒരു തവണ വന്നിട്ട് രാത്രി ഈ കുഴിക്കകത്ത് വന്ന് വീണ് വണ്ടിയുടെ അടി നല്ലോണം തട്ടിയായിരുന്നു അന്ന്. അതും ഈ ചുരത്തിലെ വളവിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വലിയ കുഴികളാണ്. ഇവിടെ ആട്ടെ എസ് വളവ്, ഈ ചുരത്തിലാണ് എസ് വളവ്. അത് കാണിച്ചു തരാം. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു ഹോട്ടലുണ്ട്. എനിക്ക് തോന്നുന്നത് ചെക്ക് പോസ്റ്റ് ആണിത്. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് അവിടെ. അപ്പം ലോറി തടി ലോറി ഒക്കെ അവിടെ നിർത്തി ചെക്ക് പോസ്റ്റിൽ അവിടെ. സൈഡിൽ ഒരു പൊളിഞ്ഞ കിട്ടും. ഫുള്ള് പൊടികളാണ്. ഇത് നമ്മൾ ആ ചുരത്തിൻ്റെ അവിടെ തന്നെ ഉള്ള ഹോട്ടലിൽ നിർത്തിയത്. പക്ഷെ അതിൽ നിന്ന് മെയിൻ്റനൻസ് ആയത് കാരണം ഓപ്പൺ അല്ല. ഇവിടെ നിന്നാൽ നമുക്ക് തെങ്കാശി ഫുള്ളായിട്ട് കാണാൻ പറ്റും. കണ്ട ഇവിടെ നിന്നാൽ താഴെ ഫുള്ളായിട്ട് കാണാം. താഴെ ഈ ചുരം ഇറങ്ങി അതുവഴി വണ്ടി പോകുന്നതും ഒക്കെ കാണാൻ പറ്റും. കണ്ടോ ഇങ്ങനെ ആ താഴെ കാണുന്ന ആ തെങ്കാശി ഏട്ടാ. അവിടെ ആ വെള്ളം കാണുന്നതൊക്കെ കണ്ടോ? നമുക്കിവിടെ നിൽക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് അതിങ്ങനെ ഉഴുതിട്ടേക്കുന്നത്. പിന്നെ അവിടുത്തെ വീടുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതാ എസ് വളവ്. ഭയങ്കര കുഴിയുണ്ട്. ഇത് വലിയൊരു ഷേപ്പിലായി വളം വരുന്നത്. ലോറിയൊക്കെ ഇങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് തിരിഞ്ഞ് വരത്തുള്ള. ചേട്ടൻ ഇതൊക്കെ ചെത്തുന്നുണ്ട്. നമ്മൾ താഴെ വന്ന് കഴിഞ്ഞു. ചുരം ഇറങ്ങി കഴിഞ്ഞു. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സെങ്കോട്ടൈ 10 കിലോമീറ്റർ. നമ്മളെ അപ്പോൾ ഇവിടെ പെട്രോൾ പമ്പിൽ കയറിയതാണ്. പെട്രോൾ ഒത്തിരി കുറഞ്ഞിട്ടില്ല, എന്നാലും ഫുള്ളാക്കിയേക്കാന്ന് ഓർത്ത്. പിന്നെ അവർക്കൊന്ന് വാഷ്റൂമിലും പോവാം. നമ്മളിപ്പോൾ ഇപ്പോൾ തമിഴ്നാടായി. ഇവിടെ ഒരു തമിഴ്നാടിൻ്റെ ഗ്രാമീണ രീതികളൊക്കെ ആയി. അതായത് അവരുടെ സ്കൂട്ടർ അങ്ങനത്തെ രീതികളൊക്കെ ആയി. ഇപ്പം ഇവിടെ പെട്രോളിന് 101 രൂപയുള്ളൂ. നമ്മുടെ അവിടെ 106. ഇവിടെ ഫുള്ള് വയല്. അങ്ങനെ നമ്മൾ ആ മണ്ടേ നിന്ന് കണ്ട ഉഴുതിട്ടേക്കുന്നൊക്കെ ഇവിടെ കാണാൻ പറ്റും.
മറ്റേ രാജപാളയം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. മറ്റേ രാജപാളയം പട്ടി, ഇതിന്റെ രാജപാളയം. ചെറുതായിട്ട് വെയിലൊക്കെ ഒന്ന് മങ്ങി, മഴക്കാറല്ല എന്നാലും മഴക്കോളില്ല. ഇനി കഴിക്കാൻ കയറണം എവിടെയെങ്കിലും നല്ല തമിഴ്നാടൻ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കണ്ടോ, ഇവിടെ നിൽക്കാനൊക്കെ നല്ല രസമാണ്. ഫുള്ള് കണ്ടം, പുറകെ മൊത്തം മല, ഭയങ്കര രസമുണ്ട്. നമ്മുടെ KSRTC നമ്മളപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. ഇവർ 2 പൂരിയാണ് കേട്ടോ വാങ്ങിയത്. എൻ്റെ ദോശ ഇതുവരെ വന്നിട്ടില്ല. നമ്മളപ്പം ഫുഡ് കഴിച്ചു. ഞാൻ ദോശയാണ്, ഇവർ 2 പൂരി കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു അത്യാവശ്യം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കൈ കഴുകി ചായയൊക്കെ കുടിച്ചു. നമ്മൾ നല്ലതായിരുന്നു. ഇനി നമ്മൾ കാറിലേക്ക് കയറാൻ പോവുകയാണ്. ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകണം. ഒരു 17 കിലോമീറ്റർ ഉണ്ട് അമ്പലത്തിലേക്ക്.